പെണ്ണും പൊറാട്ടും സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. സാധാരണ ഞാൻ ആദ്യം ഇത് പറയാറില്ല, അവസാനമാണ് പറയുക. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ ഇത് പറയുകയാണ്. ഈ സിനിമയ്ക്ക് നല്ലൊരു കഥ, നല്ല ആക്ഷൻ, നല്ല BGM, അതേപോലെ നല്ല ത്രില്ലിംഗ് ആയ അനുഭവങ്ങൾ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ അവർക്ക് സൂട്ടാവില്ല, ഇഷ്ടപ്പെടില്ല. എന്ത് കോമാളിത്തരാണ് ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ കാശും പോയി, സമയവും പോയി, വെറുതെ കോപ്രാട്ടിത്തരം എന്ന് പറഞ്ഞിട്ട് അത്തരം പ്രേക്ഷകർ ഈ സിനിമ വിട്ട് ഇറങ്ങുകയുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും തന്നെ ഈ സിനിമയിലില്ല. എന്നാൽ ഈ സിനിമ ഇനി എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഞാൻ കണ്ടിട്ട് എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഈ സിനിമയിൽ രാജേഷ് മാധവനും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഭിനയം കൊണ്ട് പുള്ളി ഒരു ചെറിയ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളി തന്നെയാണ്. പുള്ളി എങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. രാജേഷ് മാധവൻ ഒരു ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യം പുള്ളിയുടെ സിനിമകൾ അഭിനയമൊക്കെ കണ്ടപ്പോൾ പുള്ളി അങ്ങനത്തെ ഓരോ കോമാളി വേഷങ്ങൾ, ചില സിനിമകൾ നല്ല വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മരണമാസോ ലാസ്റ്റ് ബേസിൽ ജോസഫ് ചെയ്ത് അതിലൊക്കെ സീരിയൽ കില്ലർ അതൊക്കെ നന്നായി ചെയ്തിരുന്നു. പക്ഷെ അഭിനയത്തെക്കാൾ കൂടുതലായിട്ട് പുള്ളിക്ക് ഡയറക്ഷൻ നന്നായിട്ട് ചേരുമെന്ന് പുള്ളി ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. എമ്മാതിരി ഡയറക്ഷനാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലെ ഹീറോയുടെ പേര്, ശരിക്കുള്ള പേര് ദിനേശാണ്, കുമാർ ആണ് ഇതിലെ ഹീറോ. അതേപോലെ ഹീറോയിൻ റൈന രാധാകൃഷ്ണനാണ് ശരിക്കുള്ള പേര്. ചാരുവായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദിനേശിനെ ഈ സിനിമയിൽ കാണിക്കുമ്പം തന്നെ ഇതെന്താ ഒരു നാടൻ പയ്യൻ, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് വലിയ ഒരു താല്പര്യമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി വരുമ്പോൾ ഈ സിനിമയിലേക്ക് കൂടുതലായിട്ട് നമ്മളെ രാജേഷ് മാധവൻ അങ്ങോട്ട് കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സിനിമയിലെ ഈ കുമാറിൻ്റെ അമ്മയായിട്ടൊരു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്, ഒരു പ്രായമായ അമ്മയാണ്. അവരൊക്കെ എന്നാ പെർഫോമൻസാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ ചാരുവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നവർ ഒരു രക്ഷയില്ല. പിന്നെ ഒരു വൈദ്യർ ഒരു രക്ഷയില്ല. പിന്നെ ഷനോജ് അലനല്ലൂർ ഒരു മാഷായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി മാഷിൻ്റെ പണിയൊഴിച്ച് ബാക്കി എല്ലാം ഈ സിനിമയിൽ എല്ലാ കുന്ത്രാണ്ട പരിപാടികളും പുള്ളി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇതിലെ ഹീറോയിനൊന്നും അല്ലാതെ ഒരു കുനിറ്റ് ഏഷണി എന്ന നിലയ്ക്ക് ഒരു ചെറിയ പെൺകുട്ടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. വർഷ വത്സൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. എന്നാ പെർഫോമൻസ് ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത്. സ്ക്രീനിലാണ് ആ പെൺകുട്ടി അത് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. ആ കുട്ടി നമ്മുടെ മുന്നിൽ വന്നിരുന്നിട്ട് ആ ഭാവങ്ങളൊക്കെ കാണിക്കുകയാണെന്നേ തോന്നുള്ളൂ. അതേപോലെ ആ കുട്ടിയുടെ അമ്മയും ഒരു നൈറ്റി ഇട്ടിട്ട് അവർ ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ ശരിക്കും ഈ സിനിമയ്ക്ക് പറഞ്ഞാൽ ഈ പെണ്ണും പൊറാട്ടും പേര് സൂട്ട് തന്നെയാണ്. അതിനേക്കാളും നല്ല പേര് ഈ സിനിമയ്ക്ക് കുറച്ച് നാട്ടുകൂട്ടങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്നുകൂടി സൂട്ടാവും. കാരണം ശരിക്ക് ഒരു ഗ്രാമപ്രദേശത്ത് കുറേ ആളുകൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ പുതുമുഖങ്ങളാണ് കേട്ടോ. ഞാൻ കണ്ടിട്ട് ഇതിൽ രാജേഷ് മാധവൻ മാത്രമേ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനായിട്ട് ഞാൻ കണ്ടുള്ളൂ. ബാക്കി ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ശരി, പക്ഷേ മിക്കവരും പുതുമുഖങ്ങളാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ക്യാമറ അവരുടെ മുന്നിലുണ്ട് എന്നൊരു ചിന്തയേ ഇല്ല. അങ്ങനെയാണ് ജീവിച്ചിരിക്കുകയാണ് ഇതിൽ. ശരിക്ക് പാലക്കാടൻ ഭാഷ എന്താന്ന് പൊസ്കുന്ന് പോയത്, എന്താന്ന് പോക്കണം കെട്ടവനെ പുകിന്ന്, അങ്ങനത്തെ ഭാഷയൊക്കെ പാലക്കാടൻ സ്ലാങ് കേൾക്കാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തോളൂ. ഈ സിനിമയിൽ മുഴുവനായിട്ട് ഇത് ഡബ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ആ സൗണ്ട് ഡബ്ബിങ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ആ മുഖത്തുള്ള ഭാവങ്ങൾ എല്ലാം തന്നെ പാലക്കാട്ടിലെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് രാജേഷ് മാധവൻ ഒരു സിനിമയാക്കി എടുത്തിരിക്കുകയാണ്. എന്നാ അഭിനയമാണ്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ സ്ഥിരമായിട്ട് വേണ്ടവരാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ ഇതാണ് അഭിനയം. അഭിനയിക്കുകയല്ല, അവർ ജീവിക്കുകയാണ്. അപ്പോൾ അവർ ജീവിക്കുമ്പോൾ നമുക്ക് ആ സിനിമയിൽ അവരുടെ ഒപ്പം തന്നെ നമ്മൾ അങ്ങോട്ട് കണക്റ്റായി പോവുകയാണ്. കാരണം നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിലെ ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് ഈ സിനിമ മുഴുവനും ചെയ്യുന്നത്. നല്ല കോമഡി ഉണ്ട്, അതേപോലെ ഒരു ഒറിജിനാലിറ്റി, സിനിമ മുഴുവൻ ഒറിജിനാലിറ്റി ഉണ്ട്. ഒരു നായയുണ്ട് ഈ സിനിമയിൽ. ആ നായയെ പോലും രാജേഷ് മാധവൻ എങ്ങനെ ക്യാമറയിൽ
കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഡയറക്ഷൻ പുള്ളിയുടെ മികച്ച ഡയറക്ഷൻ തന്നെയാട്ടോ. പിന്നെ ഈ കഥ എഴുതിയിരിക്കുന്ന രവിശങ്കർ, പുള്ളി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ, ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല, ആ രീതിയിലുള്ള ഒരു കഥയല്ല എഴുതിയിരിക്കുന്നത്. ഒരു നാട്ടും പുറത്തുള്ള കുറേ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുറേ കോമാളിത്തരം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു കുനിറ്റ് ഏഷണി അങ്ങനത്തെ ഓരോ രീതിയിൽ, അതേപോലത്തുള്ള ലേഡീസ്, ഇവരൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങൾ, ഒരു നാട്ടിൽ ചെയ്യുന്ന സംഭവങ്ങൾ, ആ രീതിയിലൊരു റൈറ്റിംഗ് ആണ് രവിശങ്കർ എഴുതിയിരിക്കുന്നത്. മികച്ച റൈറ്റിംഗ് തന്നെയാണ് കേട്ടോ. അതായത് ഒരു സാധാരണ കഥ എഴുതുന്ന പോലെ അല്ലാതെ ഒറിജിനാലിറ്റിയിൽ എഴുതുക എന്ന് പറയുന്നത് അത് കുറച്ചൊരു പണി തന്നെ. അത് ഡയറക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജേഷ് മാധവൻ്റെ ആ ഒരു മികവ്. ശരിക്കും ഈ സിനിമയിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വർഷാ വത്സൻ്റെ ആ ചെറിയ പെൺകുട്ടിയുടെ അഭിനയം, അതേപോലെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമുകൾ, ഇവരുടെ വീട് എല്ലാം തന്നെ പാലക്കാടൻ ഒരു ഉൾപ്രദേശത്തുള്ള ഗ്രാമത്തെ അവസ്ഥകൾ അങ്ങനെ എടുത്ത് നമ്മുടെ മുന്നിൽ വെച്ച പോലെ തന്നെയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അഭിനയം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ 100% സൂട്ടാവും. അതുപോലത്തെ അഭിനയമാണ് ഈ സിനിമയിൽ. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ സൂഫ്രം സോ കണ്ടിട്ടുള്ളവർക്കറിയാം ആ സിനിമയിൽ എന്ത് കഥയാണുള്ളത്. കഥ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതിലും ഇതേപോലെ കുറേ നാട്ടുംകൂട്ടങ്ങൾ, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, കോമഡി അങ്ങനെ പോകുന്നുണ്ടല്ലോ. സൂഫ്രം സോനെ ഈ സിനിമ കടത്തി വെട്ടിക്കളഞ്ഞെന്നേ. അമ്മാതിരി അഭിനയമാണ് ഇതിൽ പാലക്കാട്ടുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ സ്ഥിരമായിട്ട് സിനിമയിൽ വേണം. കാരണം കുറേ എണ്ണത്തിന് ഇപ്പോഴും സിനിമയിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പോലും അറിയില്ല. ഇവർ ക്യാമറ ഉണ്ട് എന്നൊരു വിഷയേ ഇല്ലാതെ അഭിനയിച്ചിരിക്കുന്നത് ഒരു അസാധ്യ കഴിവ് തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയോടെ ഈ ദിനേശ്, വർഷാ വത്സൻ, സതീഷ് പുളിക്ക, ഷനോജ് അലനല്ലൂർ, അതേപോലെ വൈദ്യർ, അങ്ങനെ അതേപോലെ ഈ ചാരുവിൻ്റെ അച്ഛൻ, അതേപോലെ ദിനേശിൻ്റെ അമ്മ, ചാരുവിൻ്റെ അമ്മ, വർഷാ വത്സൻ്റെ അമ്മ, ഇവരുടെ ഒന്നും പേരെനിക്കറിയില്ല. ഇവരൊക്കെ സിനിമയിൽ സ്ഥിരമായിട്ട് വേണം. കാരണം സിനിമയിൽ ജീവിക്കാനുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവും. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മികച്ച സിനിമ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇതൊരു തല്ലിപ്പൊളി സിനിമ തന്നെ ആയിരിക്കും.